ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ എല്ലാം ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത് ഡ്രോണുകളാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡ്രോണുകളാണ് ഇന്ന് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും അവരുടെ യുദ്ധക്കോപ്പുകളായിട്ട് വാങ്ങിക്കൂട്ടുന്നതും. അതുപോലെ തന്നെ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാം അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളാണ്. ഡ്രോണുകൾ വളരെ ഡേഞ്ചറസ് ആണ്, വിനാശകരമാണ്. അത് ഡ്രോണുകൾ ഉപയോഗിക്കുന്ന രാജ്യം ഏത് രാജ്യത്തിനെതിരെയാണോ ഉപയോഗിക്കുന്നത് ആ രാജ്യത്തിന് വളരെ ഫലവത്തായിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലെങ്കിൽ ആ രാജ്യം കടുത്ത ഡ്രോണുകളുടെ ആക്രമണങ്ങളെ നേരിടേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ നമുക്കറിയാം, പാകിസ്ഥാൻ നമുക്കെതിരെ ഏതാണ്ട് 300 മുതൽ 400 വരെ ഡ്രോണുകൾ, അല്ലെങ്കിൽ 400-ൽ പരം ഡ്രോണുകൾ, അത് പ്രത്യേകിച്ച് ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ അവര് മേടിച്ചു കൂട്ടിയ അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകൾ ആണ് ഇന്ത്യക്കെതിരെ അവർ ഉപയോഗിച്ചത്. ഇപ്പം ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ഫലവത്തായതും വളരെ കാര്യക്ഷമമായതും കൊണ്ട് മാത്രമാണ് നമുക്ക് വലിയ പരുക്കുകൾ ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. മറിച്ച് നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനം, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം വളരെ പരിതാപകരമായിരുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വൻതോതിലുള്ള ആപത്തുകളും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും ഈ പറഞ്ഞ പാകിസ്ഥാൻ വിക്ഷേപിച്ച ഡ്രോണുകളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുമായിരുന്നു, നേരിടേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇതൊരു ഇന്ന് ലോകത്തെ യുദ്ധ മേഖലയിൽ, അല്ലെങ്കിൽ വാറുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ നമ്മൾ ഡ്രോണുകൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ക്രൂഷ്യലായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് ഇന്ന് വളരെ അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ വളരെ എന്താണ് പറയുന്നത്, കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്നതാണ് ഒട്ടുമിക്ക ഡ്രോണുകളും. ഡ്രോണുകൾ മാത്രമല്ല, ഇന്നത്തെ എല്ലാ യുദ്ധ സംവിധാനങ്ങളും എല്ലാം തന്നെ നമുക്കറിയാം സാങ്കേതിക വിദ്യയിലൊക്കെ വളരെ മുൻപിൽ നിൽക്കുന്നതാണ്. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള യുദ്ധ രീതികളിൽ നിന്ന് മാറിയിട്ട് സാമാന്യ മനുഷ്യബുദ്ധിക്കപ്പുറത്തുള്ള, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള നിർമ്മിത ബുദ്ധികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളും ആക്രമണങ്ങളുമാണ് ഇന്നത്തെ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രോണുകൾ ഇന്ന് ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ അവരുടെ എന്താണ് ഒരു വെപ്പണായിട്ട്, നമുക്കിപ്പം ഫൈറ്റർ ജെറ്റ്സ്, മിസൈൽ, റോക്കറ്റ്, ഈ ഹൈപ്പർസോണിക് മിസൈൽ, ക്രൂയിസ് മിസൈൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് വളരെ വൻതോതിൽ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടുകയും അവ ആവശ്യം വരുമ്പോൾ അവ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇപ്പം യുക്രൈൻ റഷ്യ വാറിലായാലും ശരി, ഇന്ത്യ പാകിസ്ഥാൻ വാറിലും, ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ വാറുകളിലും, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാറുകളിലും ഒക്കെ തന്നെ വ്യാപകമായിട്ട് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രോണുകളുടെ റോൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഓരോ രാജ്യവും, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള രാജ്യം, നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സജ്ജമാക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഫലപ്രദമാക്കുകയും ചെയ്താൽ മാത്രമേ ഭാവിയിൽ ഇനിയും നമ്മൾ നേരിടാൻ പോകുന്ന പാകിസ്ഥാനിൽ നിന്നായാലും ചൈനയിൽ നിന്നൊക്കെ ആയാലും, കാരണം ചൈന ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചൈനയിൽ നിന്ന് ഇതുപോലെ ഡ്രോണുകളിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര വ്യാപകമായിരിക്കും, അല്ലെങ്കിൽ എത്ര വ്യാപ്തിയിലുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിനനുസരിച്ച് നമ്മൾ ശക്തമാക്കിയില്ലെങ്കിൽ, കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ നമുക്ക് വൻതോതിലുള്ള നാശനഷ്ടങ്ങളും അപകടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡ്രോണുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രോണുകൾ നമുക്കറിയാം, ഈ പറഞ്ഞ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മറ്റു പല മേഖലകളിലും ഉപയോഗിക്കുന്നത് നമുക്കറിയാം. യുദ്ധങ്ങൾ ഇപ്പോൾ പഴയതുപോലല്ല, അതായത് പരമ്പരാഗതമായിട്ടുള്ള രീതിയിലല്ല ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ 1800-ലുണ്ടായ യുദ്ധം പോലെ ആയിരിക്കത്തില്ല 1950-കളിലുണ്ടായ യുദ്ധം, അല്ലേ? 1950-കളിൽ യുദ്ധം ചെയ്ത് എങ്ങനെയാണ് അതുപോലെ ആയിരിക്കത്തില്ല 70-കളിൽ യുദ്ധം ചെയ്യുന്നത്, 2000-ൽ യുദ്ധം ചെയ്യുന്നത്. അതിനെല്ലാം മാറ്റം ഉണ്ടാകും. കാരണം ലോകത്ത് ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകളിലും മനുഷ്യന്റെ ചിന്താശേഷിയിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും യുദ്ധമുഖത്തും
ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ടെക്നോളജിയിൽ മാറ്റം ഉണ്ടാകും. ടെക്നോളജി പുരോഗമിക്കുകയാണ്, സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഈ പുരോഗമിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി അനുസരിച്ച് കൂടുതൽ കൂടുതൽ പുതിയ ആയുധങ്ങളും അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങളൊക്കെ തന്നെ ലോകത്ത് നിലവിൽ വരുന്നുണ്ട്. രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ശക്തി അനുസരിച്ച്, കഴിവനുസരിച്ച് അവരത് സ്വായത്തമാക്കുകയും അവരുടെ ശത്രു രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഏർപ്പെടുമ്പോൾ ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ തന്നെ, സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് പതിവാണെന്ന് നമുക്കറിയാം. അപ്പോൾ യുദ്ധങ്ങൾ ഇപ്പോൾ പഴയതുപോലല്ല, പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു. ഏത് സമയത്ത് യുദ്ധം നടന്നിട്ടുണ്ടോ അതിനു മുമ്പുള്ള യുദ്ധം പോലെ ആയിരിക്കത്തില്ല പുതിയ യുഗത്തിലെ യുദ്ധം എന്ന് പറയുന്നത്. ടെക്നോളജിയാണ് ഇന്ന് ലീഡ് ചെയ്യുന്നത്. യുദ്ധത്തെ മാത്രമല്ല, നമുക്കറിയാം വാർ സോൺ മാത്രമല്ല, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, മറ്റു മേഖലകളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ നയിക്കുന്നതും ടെക്നോളജിയാണ്. അപ്പോൾ ടെക്നോളജിയുടെ കരുത്തിൽ, അല്ലെങ്കിൽ സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ടെക്നോളജി, അല്ല എംപവേർഡ് ആയിട്ടുള്ള ടെക്നോളജി, അതിൻ്റെ രണ്ട് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേഗതയും ഒന്ന് കൃത്യതയാണ്, സ്പീഡും ഒന്ന് പ്രൊസിഷനാണ്. അത് ഈ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ അതിനകത്തിൽ ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, സ്പീഡും അതിൻ്റെ പ്രിസിഷനും. അപ്പോൾ അങ്ങനെയുള്ള യുദ്ധക്കോപ്പുകളാണ് ഇപ്പോൾ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ല റാൻഡമായിട്ട് ഫയർ ചെയ്യല്ല. അപ്പം നമ്മളിപ്പം തോക്കിൽ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഉന്നം വെച്ചാലും നമ്മളത് റാൻഡം ഫയറിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇല്ലേ? വെടിയുണ്ട പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടും ഇല്ല. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ ഡ്രോണുകളായാലും മിസൈൽസ്, റോക്കറ്റ്സ് ഒക്കെ തന്നെ വളരെ പ്രിസിഷൻ ഗൈഡഡ് ആണ്, ബോംബ്സ് ഒക്കെ തന്നെ നല്ല. അപ്പോൾ അതൊക്കെ അതിനകത്തിലെല്ലാം അത്യാധുനികമായിട്ടുള്ള ടെക്നോളജി എംബഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം വലുതും ഭാരമേറിയതുമായിട്ടുള്ള യുദ്ധവിമാനങ്ങളുടെ സ്ഥാനത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും അവയോടൊപ്പം തന്നെ ചെറിയ ഡ്രോണുകൾ ഇന്ന് കളം വാഴുകയാണ്, അല്ലെങ്കിൽ ഡ്രോണുകളുടെ കാലമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവയാകട്ടെ വളരെ ഡേഞ്ചറസ് ആണ്, വിനാശകാരികളാണ്, വളരെ വിനാശകാരികളാണ്, വളരെ പിന്നെ എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ സ്ട്രൈക്കിംഗ് പവറുള്ള സാധനമാണ് ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എതിരാളികളുടെ പിന്നെ കണ്ണിൽപ്പെടാതെ, എന്നുവെച്ചാൽ അവർക്കതിനെ കൃത്യമായിട്ട് അവർ റഡാർ കൊണ്ട് അവർക്ക് എന്താണ് പറയുന്നത് ട്രാക്ക് ചെയ്യാൻ സാധിക്കാതെ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായിട്ട് ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചെത്താനുള്ള കഴിവുള്ള ഡ്രോണുകൾ ഇന്ന് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എതിരാളികളുടെ, ശത്രുക്കളുടെ രഹസ്യങ്ങൾ ചോർത്താനും ഈ പറഞ്ഞ ഉഗ്രശേഷിയുള്ള ഡ്രോണുകൾക്ക് ഇന്ന് സാധിക്കും. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടുകൂടി. അതാണ് എല്ലാം AI മയം എന്ന് പറയുന്നത്. ഇന്ന് നിർമ്മിത ബുദ്ധിയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് യുദ്ധക്കോപ്പുകളെ നിയന്ത്രിക്കുന്നത്. യുദ്ധങ്ങളെ നിയന്ത്രിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള യുദ്ധ രീതികളൊക്കെ മാറി സാമാന്യ മനുഷ്യൻ്റെ ബുദ്ധിക്കപ്പുറത്ത് ഉള്ള തന്ത്രങ്ങളും ആക്രമണങ്ങളുമാണ് ഡ്രോണുകൾ പ്ലാൻ ചെയ്യുന്നതും അവരെ എക്സിക്യൂട്ട് ചെയ്യുന്നതും. യുദ്ധവിമാനങ്ങൾക്കായാലും തന്നെയും അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ആണ്, UAV. പഴയ പോലെ പൈലറ്റുകളൊന്നും ആവശ്യമില്ല. ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോലും ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിലാണ് എല്ലാം. പക്ഷേ യുദ്ധങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ഫലങ്ങൾ എന്താണ്? ഏതൊരു രാജ്യത്തിന് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുക, പിന്നെ നാശം ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്, അത് നടക്കുന്നുണ്ട്. ബോട്ടം ലൈൻ അതാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചാലും പഴയ പോലെ തന്നെയുള്ള മിസൈലും റോക്കറ്റൊക്കെ ഉപയോഗിച്ചാൽ തന്നെയും യുദ്ധത്തിൻ്റെ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ശത്രുവിന് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അത് ഡ്രോണുകൾക്ക് ഇന്ന് ഒരു പടിയും കൂടെ കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം പൈലറ്റുമാരുടെ, അല്ലെങ്കിൽ അത് ഫൈറ്റർ പ്ലെയിൻസിലൊക്കെ ഉള്ള പൈലറ്റുമാരുടെ ആവശ്യം പോലെ ഡ്രോണുകൾക്ക് ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഈ മനുഷ്യരുടെ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത അതിനകത്തിൽ കുറവാണ്. ഒരു പൈലറ്റ് നിയന്ത്രിക്കുന്ന യുദ്ധവിമാനങ്ങളെക്കാളിൽ മണിക്കൂറുകളോളം അധിക സമയം ഈ വാർ സോണിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ, ആകാശത്ത് അവർക്ക് പറന്ന് നടക്കുവാനും അതുപോലെ നിൽക്കാനും ഒക്കെ തന്നെ കഴിയുകയും ശത്രു രാജ്യത്തിൻ്റെ എതിരാളികളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ സർവലൻസിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കൃത്യതയുടെ ആക്രമണം നടത്താനൊക്കെ തന്നെ ഈ ഡ്രോണുകൾക്ക് കഴിയും. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിലും വ്യാപകമായിട്ട് ഡ്രോണുകൾ ഇരു രാജ്യങ്ങളും ഉപയോഗിച്ചായിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ്. ഇനി ഏറ്റവും ലോകത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള ഡ്രോണുകളിൽ ഏറ്റവും വിനാശകാരികളായിട്ടുള്ള ഡ്രോണുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അത് ഏകദേശം 1, 2, 3, 4, 5 എണ്ണം ഇവിടെ പറയുന്നുണ്ട്. ഈ 5 എണ്ണവും നമ്മളുടെ അമേരിക്ക, ചൈന, റഷ്യ, ഇസ്രായേൽ, ടർക്കി ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. അപ്പം അതിനകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് MQ-9 റീപ്പർ എന്ന് പറയുന്നതാണ്. അമേരിക്കൻ നിർമ്മിത സാധനമാണ്.
ഏകദേശം 50,000 അടി ഉയരത്തിൽ പറക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. 27 മണിക്കൂർ തുടർച്ചയായിട്ട് ആക്രമണം നടത്താൻ 27 മണിക്കൂർ തുടർച്ചയായിട്ട് ഇതിന് അന്തരീക്ഷത്തിൽ ആകാശത്ത് പറന്നടക്കാൻ ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. 1700 കിലോ ആണ് ഭാരം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഉഗ്രശേഷിയുള്ള മിസൈലുകളും ബോംബുകളും വഹിക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഡ്രോണുകൾ എന്ന് പറയുന്നത്. MQ-9 റീപ്പർ ഡ്രോണുകൾ 50,000 അടി മുകളിൽ പറന്ന് ഏകദേശം 27 മണിക്കൂർ തുടർച്ചയായിട്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് അതിനെ പ്രവർത്തിക്കാൻ സാധിക്കും. രണ്ടാം സ്ഥാനത്ത് വരുന്നത് RQ-4 ഗ്ലോബൽ ഹോക്ക്, അതും അമേരിക്കയുടെയാണ്. പ്രധാന ജോലി ഛായാപ്രവർത്തനം, സ്പൈ വർക്കാണ്, സർവലൻസ് ആണെന്ന് പറയുന്നുണ്ട്. 60,000 അടി ഉയരത്തിൽ പോകാൻ പറ്റും. ആദ്യത്തെ 50,000 അടിയുള്ളതിന് ഇതിന് 60,000 അടി ഉയരത്തിൽ പോയിട്ട് അവിടുന്ന് സ്പൈ വർക്ക് അല്ലെങ്കിൽ സർവലൻസ് നടത്താൻ പറ്റും. ഫോട്ടോ എടുക്കാനും ക്യാമറയിൽ പകർത്താനൊക്കെ സാധിക്കും. 30 മണിക്കൂറും തുടർച്ചയായിട്ട് പ്രവർത്തനം നിരന്തരമായിട്ട്, എന്നുവെച്ചാൽ ഒരു തടസ്സവുമില്ലാതെ. അപ്പോൾ ആദ്യത്തെ പിന്നെ ഒന്നാമത് പറഞ്ഞ ഡ്രോണിനേക്കാളിലും 60,000 അടി ഉയരത്തിൽ പറക്കാൻ സാധിക്കും. 30 മണിക്കൂറോളം തുടർച്ചയായിട്ട് ഇതിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കും. ഈ 4 വശത്തും റഡാറുണ്ട്. അതിൻ്റെ റഡാറിലൂടെ വലിയൊരു ഭൂപ്രദേശ വിവരങ്ങൾ ഇതിന് ശേഖരിക്കാൻ സാധിക്കും. കാലാവസ്ഥ മാറ്റങ്ങളെ അതിജീവിക്കാൻ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സിസ്റ്റം ഉണ്ട്. എതിരാളികളുടെ നീക്കങ്ങളെ ഒപ്പിയെടുത്ത് വാർ റൂമിലെത്തിക്കാൻ വളരെ കെങ്കേമനാണ് ഈ ഒരു ഡ്രോൺ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒന്നാമത്തെ ഡ്രോണിനേക്കാളും വളരെ ഫലവത്തായിട്ടുള്ളതാണ് രണ്ടാമത് വന്നിരിക്കുന്നത് RQ-4 ഗ്ലോബൽ ഹോക്ക് എന്ന് പറയുന്നത്. അതും അമേരിക്കയുടെ കൈവശമുള്ളതാണ്. മൂന്നാമത്തെയാണ് നമ്മളിതിപ്പോൾ കേട്ടുണ്ട്, ബെറക്തർ എന്നും പറഞ്ഞു. ബെറക്തർ TB2 ടർക്കി നിർമ്മിതമായിട്ടുള്ള, സിറിയയിലും ലിബിയയിലും യുദ്ധമുഖങ്ങളിലേറെ ഉപയോഗിക്കപ്പെട്ട ഡ്രോണാണിത്. വിലക്കുറവാണ്. അതുകൊണ്ട് ടർക്കി ഇന്ന് ഡ്രോണിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ വില കുറവായതിനുള്ള ഒട്ടുമിക്ക രാജ്യങ്ങൾ, കൂടുതൽ രാജ്യങ്ങൾ ഈ പറഞ്ഞ ഡ്രോണുകൾ മേടിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. 27,000 അടി മാത്രമേ ഇതിന് പറക്കാൻ സാധിക്കത്തുള്ളൂ. 27 മണിക്കൂർ ആകാശത്ത് തങ്ങാനുള്ള ശേഷിയുണ്ട്. 150 കിലോ വരെ ഭാരമുള്ള യുദ്ധക്കോപ്പുകൾ അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങൾ വഹിക്കാനും ശേഷിയുണ്ട്. അപ്പോൾ ഇതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രോൺ തന്നെയാണ്. ഇത് പൊതുവെ നമ്മൾ കേട്ടുള്ളതാണ്, ബൈറക്ടർ. എനിക്കത് പാകിസ്ഥാൻ്റെ കൈവശം ഇതുണ്ടെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ ടർക്കി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ടർക്കിയിൽ നിന്ന് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഡ്രോണുകൾ ഇഷ്ടംപോലെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡ്രോണുകൾ പാകിസ്ഥാൻ മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. പിന്നുള്ളത് ചൈനയുടെയാണ് CH-5 റെയിൻബോ എന്ന് പറയുന്നത്. അത് 60 മണിക്കൂർ ആകാശത്ത് നിൽക്കാൻ കഴിയുന്നതാണ്. ഇതിലുള്ളതിൽ ഏറ്റവും കൂടുതൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു ഡ്രോണിനാണ്. 60 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം 2 ദിവസം, 48 മണിക്കൂർ, പിന്നെ 12, 2.5 ദിവസത്തോളം ഏകദേശം നിരന്തരമായിട്ട് ആകാശത്ത് പറന്ന് നടന്ന് പണി ചെയ്യാൻ കഴിയുന്ന ഒരു ഡ്രോണാണ് CH-5 റെയിൻബോ എന്ന് പറയുന്നത്. 30,000 അടി ഉയരത്തിൽ പറക്കാൻ സാധിക്കും. 1000 കിലോ വരെ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കുന്നുണ്ട്. അതിർത്തികളുടെ നിരീക്ഷണത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമെതിരെയാണ് രാജ്യങ്ങൾ ഈ ഡ്രോണുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇന്ത്യക്കെതിരേക്ക് അവർ വ്യാപകമായിട്ട് ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കുക. അടുത്ത വരുന്നതാണ് ഇസ്രായേലിൻ്റെ ഹെർമീസ് എന്നല്ല, ഹേംസ് 900 ഇസ്രായേലിൻ്റെ ഡ്രോണാണ്. തീർച്ചയായിട്ടും ഇസ്രായേൽ സാങ്കേതിക വിദ്യയിലൊക്കെ വളരെ മുൻപന്തിയിലുള്ള രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ മികവുറ്റ ഒരു ഡ്രോൺ ആകാനുള്ള സാധ്യതയുണ്ട്. 30,000 അടി ഉയരത്തിൽ പറക്കാൻ സാധിക്കും. 36 മണിക്കൂറാണ് ഇതിന് പ്രവർത്തനശേഷി. മണിക്കൂറുകൾ കുറവാണ് ശരി. 350 കിലോ ഭാരം വരുന്ന സെൻസറുകളും മറ്റ് യുദ്ധോപകരണങ്ങളും വഹിക്കാനാണ്. അപ്പം ഇതിന് പുറമെ റഷ്യയുടെ ഉണ്ട് S-70 ഒക്ടോണിക്, ടർക്കിയുടെ തന്നെ അക്സുൻഗർ, ചൈനയുടെ ഉണ്ട് വിങ് ലുങ്, ജർമ്മനി സ്പെയിനിലൊക്കെ നിർമ്മിക്കുന്ന ബാരാക്കുഡ, പിന്നെ അമേരിക്കയുടെ ക്രാറ്റോസ്. ഇതെല്ലാം പ്രധാനപ്പെട്ട ഡ്രോണുകളാണ്. പല രാജ്യങ്ങളും യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ പല രാജ്യങ്ങൾ അവരുടെ യുദ്ധോപകരണങ്ങളായിട്ട് മേടിച്ച് കൂട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള വിവിധ രാജ്യങ്ങളുടെ വളരെ മികവുറ്റ ഡ്രോണുകളാണ് നമ്മൾ ഈ പറഞ്ഞ ഇത്ര എണ്ണം. പ്രധാനപ്പെട്ട ഈ 5 എണ്ണമാണ്. അമേരിക്കയുടെ MQ-9 റീപ്പർ, RQ-4 ഗ്ലോബൽ ഹോക്ക്, ടർക്കിയുടെ ബെറക്ടർ TB2, CH-5 റെയിൻബോ ചൈനയുടെ, പിന്നെ ഇസ്രായേലിൻ്റെ ഹേംസ് 900 എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം പ്രൊഫൈൽ അല്ലെങ്കിൽ
എന്താണ് പറയുന്നത്, കപ്പാസിറ്റി വ്യത്യസ്തമാണ്. ചിലതിന് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ സാധിക്കും, ചിലതിന് അത്രയും സാധിക്കത്തില്ല. ചിലതിന് കൂടുതൽ മണിക്കൂർ നിൽക്കാൻ സാധിക്കും, ചിലതിന് അത്രയും സാധിക്കത്തില്ല. ചിലതിൻ്റെ ആയുധ പ്രഹരശേഷി കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. പക്ഷെ എന്നാലും വളരെ വിനാശകാരികളായിട്ടുള്ള, വളരെ ഫയർ പവർ ആയിട്ട് കൂടിയിട്ടുള്ള ഡ്രോണുകളാണ് ഇവയെല്ലാം. അപ്പോൾ ഇതുകൂടാണ് നമ്മൾ പിന്നെ പറഞ്ഞ പിന്നെ റഷ്യയുടെ S-70 ഓക്ടോണിക്, ടർക്കിക്ക് വീണ്ടും അക്സുൻഗർ എന്നും പറഞ്ഞ്, ചൈനയുടെ വിങ് ലുങ്, ഇതൊക്കെ പ്രധാനപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമല്ല, മറ്റു പല ഈ രാജ്യങ്ങളിൽ തന്നെ മറ്റു പല കമ്പനികളും ഇതുപോലെ തന്നെ നല്ല ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജർമ്മനി, സ്പെയിന്, അമേരിക്കയുടെ ക്രാറ്റോസ്, ഇതൊക്കെ തന്നെയാണ് ഇന്ന് നിലവിലുള്ള പ്രധാനപ്പെട്ട ഡ്രോണുകളും വിനാശകാരികളായിട്ടുള്ള ഡ്രോണുകളും. അപ്പോൾ ഇന്ന് ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പം ഡ്രോണുകൾ ഏത് രാജ്യം ഉപയോഗിക്കുന്നു, ആ രാജ്യത്തിൻ്റെ ശത്രു എന്ന് പറയുന്ന രാജ്യത്തിന് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമില്ലെങ്കിൽ ഒരു യുദ്ധം വരുമ്പോൾ പണി മേടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പം ഡ്രോണുകൾ മാത്രമല്ല, ഇപ്പം ഏത് ഏരിയൽ അറ്റാക്കിനെയും നേരിടാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ എയർ ഡിഫൻസ് വളരെ അത്യാവശ്യമാണ്. ഇപ്പം മിസൈലായാലും റോക്കറ്റായാലും അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റിനെ പ്രതിരോധിക്കാനായാലും ഒക്കെ തന്നെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ എല്ലാ രാജ്യത്തിനും വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാം ഓഫ് ഡ്രോൺസ് ആണ്. നമ്മൾ തേനീച്ചയൊക്കെ കൂട്ടിൽ നിന്ന് ഇളകി വരുന്നതുകൊണ്ടാണ് അറ്റാക്കുകൾ വരുന്നതല്ല. നൂറുകണക്കിന് ഡ്രോണുകളായിരിക്കും ഒരേ സമയത്ത് വരുന്നത്. അപ്പം അതിനെയൊക്കെ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളില്ലെങ്കിൽ ആ രാജ്യം പണി മേടിക്കും, അല്ലെങ്കിൽ കൂടുതൽ വിനാശകരമായിട്ടുള്ള അവസ്ഥ രാജ്യത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്നല്ല, വിനാശകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും എന്നുള്ളതിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഡ്രോണിനെ കുറിച്ച് ഇന്ന് പറയാനുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് തൽക്കാലം നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഡ്രോണുകളാണ് യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതും. ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ ഡ്രോണുകളുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഡ്രോണുകൾക്കപ്പുറം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മികവുറ്റ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോണുകളും അത്യാധുനിക മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ തന്നെയാണ് ഇന്ന് യുദ്ധരംഗത്ത് വില്ലന്മാർ എന്ന് പറയുന്നത്. വില്ലന്മാർ എന്ന് പറയുമ്പം വില്ലന്മാരും ഹീറോയും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അത് ഉപയോഗിക്കുന്ന രാജ്യത്തിൻ്റെ ഹീറോസാണ്, മറു രാജ്യത്തിൻ്റെ വില്ലന്മാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള രാജ്യം നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിലും വ്യോമ പ്രതിരോധ സംവിധാനത്തിലൊക്കെ കൂടുതൽ നമ്മൾ കരുത്താർജിക്കുകയും ശക്തി ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യേണ്ടത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കോൺഫ്ലിക്റ്റിൽ നിന്നും നമുക്ക് വലിയ പരുക്കുകൾ ഉണ്ടാകാതെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ കാരണമാകേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യ അത് പ്രൂവ് ചെയ്തു. ഈ ഒരു യുദ്ധത്തിൽ ഷോർട്ട് ടൈം വാർ ആയിരുന്നെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള വൻതോതിലുള്ള ഡ്രോണുകളുള്ള ആക്രമണങ്ങളെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ വിജയകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ള. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.